ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ഒന്നാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നുമല്ല, നമ്മളുടെ പ്രൊഫൈലിൽ എടുക്കുമ്പോഴുള്ള ഫോൺ നമ്പർ വെരിഫിക്കേഷനാണ്. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. അപ്പോൾ എൻ്റെ അൺവെരിഫൈഡ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണിച്ചു തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോൺ നമ്പർ വെരിഫൈഡ് ആയിട്ടുണ്ട്. അത് കുറച്ച് നാൾ മുമ്പ് ഞാൻ ട്രൈ ചെയ്തപ്പോൾ മെസ്സേജ് ഒന്നും പോകുന്നില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റീസൺ മറ്റൊരു കാര്യമായിരുന്നു. അത് നമ്മളുടെ ഒരു ഫോളോവർ തന്നെ ഇന്ന് രാവിലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട്. അദ്ദേഹം ഇത് ട്രൈ ചെയ്തപ്പോൾ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ ഞാനും ചെയ്തപ്പോൾ എൻ്റെയും അപ്പോൾ തന്നെ സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ എന്തെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതൽ ആളുകളും പ്രീപെയ്ഡ് ഫോൺ നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കണക്ഷൻ പ്രീപെയ്ഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രീപെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, അതിൽ ഫോൺ ബാലൻസ് ഉണ്ടാവില്ല. നമുക്കിപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാനും മെസ്സേജൊക്കെ വിടാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ ഇൻ്റർനാഷണൽ മെസ്സേജൊക്കെ വിടാനുള്ള ഓപ്ഷൻ അതിൽ ആക്ടിവേറ്റ് ആവണമെങ്കിൽ ബാലൻസ് നമുക്ക് വേണം. ആ ബാലൻസിൽ നിന്ന് അത് ഡിഡക്റ്റ് ആകുള്ളൂ. ഇപ്പം ഞാൻ ജിയോയുടെ അക്കൗണ്ടാണ് അല്ലെങ്കിൽ സിം കാർഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ എയർടെല്ലാണോ മറ്റേതെങ്കിലും കണക്ഷൻ ആണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ബാലൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിൽ നമ്മളിപ്പോൾ ജിയോയുടെ ഓപ്ഷൻസ്, ഞാൻ എൻ്റെ പ്രീപെയ്ഡ് ബാലൻസിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇവിടെ പ്ലാൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ 749 പ്ലാനാണ് യൂസ് ചെയ്തത്. പ്ലാൻ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ടോപ്പ് അപ്പ് ബാലൻസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ 5 രൂപയിൽ താഴെ ആയിരിക്കും, ചിലപ്പോൾ 1 രൂപയോ 2 രൂപയോ ഒക്കെ. ഞാനിപ്പോൾ ഇത് ടോപ്പ് അപ്പ് ചെയ്തതാണ്. 20 രൂപ ടോപ്പ് അപ്പ് ചെയ്തപ്പോഴാണ് ഈ ഒരു എമൗണ്ട് ബാലൻസ് വന്നത്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 5 രൂപയിൽ താഴെ അല്ലെങ്കിൽ 10 രൂപയിൽ താഴെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആഡ് ബാലൻസ് കൊടുത്തിട്ട് ഒരു 10 രൂപയോ 20 രൂപയോ റീചാർജ് ചെയ്യുക. ഓക്കെ, റീചാർജ് ചെയ്യുമ്പോൾ മിനിമം ഒരു 5 റുപ്പീസെങ്കിലും ഇതിൽ വേണം. എന്നാൽ മാത്രമേ നമ്മൾ ആ മെസ്സേജ് വിടുമ്പോൾ പോകുള്ളൂ അത്. എന്നിട്ട് തിരിച്ച് നമ്മൾ ഇതിലേക്ക് തിരിച്ച് വരിക, പ്രൊഫൈലിൽ വരിക. പ്രൊഫൈലിൽ വന്നിട്ട് ഇവിടെ വെരിഫൈ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടാവും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2-3 സെർവറുകൾ കാണിക്കും, US, അതുപോലെ തന്നെ ഇസ്രായേൽ, ബെൽജിയം എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾ US തന്നെ എടുത്താൽ മതിയാവും. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്ക് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വരും, നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ വെരിഫൈ ആവുകയും ചെയ്യും. ഞാനത് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച, ഞാൻ ചെയ്ത ടൈമിൽ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ മാത്രമാണ് കാണിക്കുന്നത്, കാരണം വെരിഫൈ ചെയ്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ USA സെർവറാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക, ദെൻ ഓപ്പൺ SMS കൊടുക്കുക. ഓക്കെ, SMS കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് കാണാം ഇതിനു മുമ്പ് ട്രൈ ചെയ്തിട്ട് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബാലൻസ് റീചാർജ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ വരും, ചാർജ് ₹5 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് മറ്റും കാണിക്കും. ഓക്കെ, അതിനുശേഷം തിരിച്ച് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, യുവർ ഫോൺ നമ്പർ ഈസ് നൗ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ടിക്ക് മാർക്കും വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാത്ത ഒരുപാട് ആളുകൾ ഉണ്ട്. അവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കണക്ഷൻ അനുസരിച്ച് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പോയിട്ട് ഒന്ന് റീചാർജ് ചെയ്യുക, 10-20 രൂപ റീചാർജ് ചെയ്യുക, എന്നിട്ടൊന്നും കൂടി റീട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഒരുപാട് പേർക്ക് 2 ആഴ്ച മുമ്പ് മൈഗ്രേറ്റ് ആയ ടോക്കൺസ് തിരിച്ച് ഈ ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ചില മെസ്സേജുകൾ കാണിച്ചു തരാം. റെഡിറ്റിലും മറ്റു ഇതിലൊക്കെ വന്നിരിക്കുന്നത്. നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനും ചില ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, മൈഗ്രേറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു 2 ആഴ്ച മുമ്പ്. പക്ഷേ മിക്ക ആളുകളുടെയും അത് തിരിച്ച് അവരുടെ ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ട്, സ്റ്റാറ്റസ് ഇവിടെ റിട്ടേൺഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ there seems to have been an issue during the migration. Don't worry, your Pi has been returned to your account in the mining app, but it is not on the blockchain until the migration is reinitiated and completes. അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗായിരിക്കാം, ചിലപ്പോൾ ഓട്ടോമാറ്റിക് മൈഗ്രേറ്റ് ആയി പോയതായിരിക്കാം. അതുമല്ലാതെ ചില ബ്ലോഗുകളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മിക്ക ആളുകളുടെയും, അതായത് വലിയ വലിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വാലറ്റുകൾ സ്കാമേഴ്സ് അവർ ഒരു കോഡുകൾ ഇൻസ്റ്റാൾ ചെയ്ത് തട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ചില ആളുകളിപ്പോൾ, ഞാൻ ഇതിനു മുമ്പ് സ്കാമിങ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഈ പൈ നെറ്റ്വർക്കിനെ സ്കാം ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസ്. നമ്മളിപ്പോൾ സീഡ് ഫ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, വാലറ്റിൻ്റെ ഫ്രൈസ് അറിയാതെ എന്തെങ്കിലും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴൊന്നും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകില്ല, കാരണം മൈഗ്രേറ്റ് ആയിട്ടില്ല. പക്ഷേ മൈഗ്രേറ്റ് ആകുന്ന ആ ഒരു നിമിഷം
ഏകദേശം മൈഗ്രേറ്റ് ആയിട്ട് 14 ഡേയ്സ് കഴിയും നമ്മളെ വാലറ്റിൽ എത്തുന്ന നിമിഷം മറ്റൊരു അക്കൗണ്ടിലേക്ക് പോകാൻ സാധ്യതയുള്ള കോഡുകൾ ഇവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ അക്കൗണ്ടിൻ്റെ ആളുകളെ ഇതുപോലെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ സ്കാം ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റീസൺ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകളുടെ റിട്ടേൺ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈഗ്രേറ്റ് ആകാത്ത ആളുകളുടെ കാര്യം ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അറിയാൻ നമുക്ക് സാധിക്കും. എന്താണ് അതിൻ്റെ അവസ്ഥ, ഇപ്പോൾ മൈഗ്രേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. റെഡിറ്റിൽ ഈ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മൈ 3000 പൈ വുഡ് ഹാവ് ബീൻ അൺലോക്ഡ് ഇൻ അബൌട്ട് 8 hours ആൻഡ് വേർ റിട്ടേൺ 2 hours ago ആൻഡ് നൗ 1000 ഓഫ് ദം ആർ അൺവെരിഫൈഡ്. അപ്പോൾ ഒരുപാട് പേരെ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ 3000-ൽ നിന്ന് 1000 മാത്രം ട്രാൻസ്ഫറബിൾ ആക്കിയിട്ട് ബാക്കി 2000 അൺവെരിഫൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പൈ നെറ്റ്വർക്കിൻ്റെ ചാറ്റ് ഗ്രൂപ്പിൽ പോയിട്ടുണ്ടെങ്കിലും ഇത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഇത് മെയിൻലി ഇവർ സെക്യൂരിറ്റി പേർപ്പസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കാമേഴ്സ് ഒരുപാട് ഇറങ്ങിയത് കാരണം വാലറ്റ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ഇവർ കാണുന്നുണ്ട്. ചിലപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അപ്ഡേഷൻസ് അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് ടെൻറ്റേറ്റീവ് KYCയുടെ കാര്യങ്ങളും ഒരുപാട് പേരുടെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി ഇതായിരിക്കാം റീസൺ. അതല്ലെങ്കിൽ എല്ലാവർക്കും മൈഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെൽ ഔട്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇടിയാൻ അല്ലെങ്കിൽ ടോക്കണിൻ്റെ വാല്യൂ ഇടിയാൻ സാധ്യത ഉള്ളത് കാരണമായിരിക്കാം ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണെന്നറിയില്ല റിയൽ റീസൺ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. നല്ല ഒരു ഇടിവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് കയറാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ 1.70 വരെ ആയിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൻ്റെ വോളറ്റിലിറ്റി വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം വർഷങ്ങളായിട്ട് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും മുകളിലേക്കും താഴേക്കും നല്ല രീതിയിൽ ഇടിയാനും അതുപോലെ തന്നെ നല്ല ഹൈപ്പിൽ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മറ്റുള്ള ടോക്കൺ പോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്, പക്ഷേ തിരിച്ചു കയറി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം 1 hour ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഹൈക്ക് ഇപ്പോൾ കിട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇനിയും കയറാൻ ചാൻസ് ഉണ്ടാകും. നമുക്ക് നോക്കാം. എന്തായാലും ഈ മൈഗ്രേഷൻ്റെ പ്രോബ്ലമൊക്കെ കഴിയുമ്പോൾ അറിയാൻ സാധിക്കും ഇതിൻ്റെ റിയൽ വാല്യൂ മറ്റു കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ടോക്കൺ കിട്ടിയപ്പോൾ തന്നെ ഇതിൽ ബിറ്റ്ഗെറ്റ് പോലത്തെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എക്സ്ചേഞ്ചിൽ ഇട്ടിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. അത് കൂട്ടമായിട്ട് വിൽപ്പന നടത്തുമ്പോഴാണ് ഇത്രയും വലിയ ഇടിവുകളൊക്കെ ഇതിന് വരുന്നത്. ഇടിവ് വരുമ്പോൾ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട, അത്യാവശ്യം USDT ഉണ്ടെങ്കിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് വെക്കുക. അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും താഴത്തു നിന്ന് ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2ാമത്തെ ദിവസം തന്നെ. അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഇടിവ് വന്നപ്പോൾ ഞാൻ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടിവ് വരുമ്പോൾ നമ്മളത് ടെൻഷനൊന്നും അടിക്കേണ്ട. മാക്സിമം നമ്മളുടെ USDT ഉണ്ടെങ്കിൽ മാക്സിമം പർച്ചേസ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. കൂടുതൽ റേറ്റ് കൂടുമ്പോൾ നമുക്കത് വിൽപ്പന നടത്തി വീണ്ടും ഇതുപോലെ ട്രേഡൊക്കെ ചെയ്യാൻ, ചെറിയ രീതിയിൽ ട്രേഡൊക്കെ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ട്രേഡ് മറ്റു കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ കൂടുതലും ബയ്യേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഗ്രീൻ കാണാം നമുക്ക്. നല്ല രീതിയിലുള്ള ബയ്യേഴ്സ് വീണ്ടും ഇതിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ 24 hours വോളിയം നോക്കുമ്പോൾ തന്നെ ഏകദേശം പൈയുടെ വോളിയം തന്നെ 147 മില്യൻ്റെ ട്രേഡിങ് ഇതിൽ നടന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ട്രേഡിങ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ബയ്യും സെല്ലിങ്ങും നടക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ല ഒരു പോസിറ്റീവായ കാര്യം തന്നെയാണ് ഏതൊരു ടോക്കൺ ആയാലും. കാരണം ഏതൊരു ക്രിപ്റ്റോ കറൻസി ആയാലും അത്യാവശ്യം മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ ലഭിക്കണം. ബയ്യും സെല്ലും എന്തായാലും നടക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഈ ടോക്കൺ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളൂ KYC മറ്റു കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാനും മൈഗ്രേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുമ്പ് മാക്സിമം നിങ്ങൾ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാത്ത ആളുകൾ ഈ ഒരു ഞാൻ കാണിച്ചു തരുന്ന ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ ഫോൺ വെരിഫൈ ചെയ്യാൻ നോക്കുക. ഇനി ആ ഒരു കാരണം കൊണ്ട് നമ്മളുടെ മൈഗ്രേഷൻ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.